നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. നടന വൈഭവത്തിന് വിട. അന്തരിച്ച കലാഭവൻ മണിക്ക് കലാകേരളത്തിന്റെ യാത്രാമൊഴി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ഭൗതികദേഹം ചാലക്കുടിയിൽ. സംസ്കാരം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ. മണിക്ക് ഗുരുതര കരൾ രോഗമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരൾ തീർത്തും തകരാറിലായതായി കണ്ടെത്തൽ. ശരീരത്തിലെ മെഥനോൾ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആന്തരികാവയവങ്ങൾ കാക്കനാട്ടെ ലാബിൽ രാസപരിശോധനയ്ക്ക് അയച്ചു. നടനായും ഗായകനായും തിളങ്ങിയ കലാപ്രതിഭയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നലെ രാത്രി 7:15 കൊച്ചി അമൃത ആശുപത്രിയിൽ. മരണം അസ്വാഭാവികമെന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മരണകാരണം സംബന്ധിച്ച് വിശദാന്വേഷണം. ഖേദം പ്രകടിപ്പിച്ച് കൺവീനർ. സോളാർ കമ്മീഷനെതിരായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് UDF കൺവീനർ PP തങ്കച്ചൻ. കമ്മീഷനെ വ്യക്തിപരമായി അപമാനിച്ചിട്ടില്ല. ആരോപണങ്ങൾ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യവും കുറ്റമറ്റതുമാണെന്ന് എഴുതി നൽകുമെന്നും PP തങ്കച്ചൻ. മുകുന്ദന്റെ മുന്നറിയിപ്പ്. BJP സംസ്ഥാന ഘടകത്തിന് കടുത്ത വെല്ലുവിളിയുയർത്തി മുതിർന്ന നേതാവ് PP മുകുന്ദൻ. നേമത്തോ വട്ടിയൂർക്കാവിലോ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ തനിക്കുമേൽ കടുത്ത സമ്മർദ്ദമെന്നും മുകുന്ദൻ. കുമ്മനം BJP സംസ്ഥാന അധ്യക്ഷനായതോടെ പാർട്ടിയിൽ തിരിച്ചുവരവ് ഉറപ്പാക്കിയ മുകുന്ദൻ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത് മുരളീധര പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. നേമത്ത് രാജഗോപാലും വട്ടിയൂർക്കാവിൽ കുമ്മനവും മത്സരിക്കാനിരിക്കെ മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് തലവേദനയാകും. അതിവേഗം ബഹുദൂരം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുന്നു. സമ്പൂർണ്ണ പട്ടിക ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്ന് VM സുധീരൻ. പ്രാഥമിക പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപം നൽകും. ചർച്ചകൾ പൂർത്തിയായ ശേഷം ചൊവ്വാഴ്ചയോടെ AICCക്ക് കൈമാറുമെന്നും KPCC പ്രസിഡന്റ്. UDFലെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ച വേഗത്തിൽ പൂർത്തിയാക്കും. തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം മുസ്ലിം ലീഗുമായി കൂടിയാലോചിച്ച് പരിഹരിക്കും. സീറ്റിനായി കോൺഗ്രസിൽ അവകാശവാദങ്ങൾ ഉയർന്നിട്ടില്ലെന്നും വിശദീകരണം. പടയൊരുക്കലിന്റെ പങ്കപ്പാടിൽ. സീറ്റ് വിഭജനത്തിന് മുന്നോടിയായി ഘടകകക്ഷികളുമായുള്ള കൂടിയാലോചനയിൽ CPM. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി CPIയുമായുണ്ടായ പുകിലും പാർട്ടിക്ക് തലവേദന. തർക്കം പരിഹരിക്കാൻ ബുധനാഴ്ച വീണ്ടും ചർച്ച. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 10-ന് LDF യോഗം. കേരള കോൺഗ്രസ് വിട്ട വിമതപക്ഷത്തിന് ഏതൊക്കെ സീറ്റുകൾ നൽകണമെന്നതിലും അന്ന് തീരുമാനമുണ്ടാകും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ 11-നും 12-നും ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കും. അഭിപ്രായങ്ങൾ സംസ്ഥാന സമിതി ചർച്ച ചെയ്ത ശേഷം ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറും. 16-ന് വീണ്ടും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. പ്രഖ്യാപനം PB അനുമതിയോടെ ഈ മാസം 20-ന്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ, പവൻ 21,480 രൂപ, വെള്ളി ഗ്രാമിന് 40.04 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.